അധിപതിയോനെ യാ സുബ്ഹാനേ അഖിലവും പോറ്റും അഹ്ദവൻ നീയേ അധിപതിയോനെ യാ സുബ്ഹാനേ അധിപതിയോനെ യാ സുബ്ഹാനേ അഖിലവും പോറ്റും അഹ്ദവൻ നീയേ ഇഹപരലോകം സൃഷ്ടിച്ചതും നീ ഈ റസൂൽ നബിയെ പടച്ചതും നീ കനിവെന്നിലെന്നും ഏകിടും നീ കരുണാനിധിയ ഗഫൂറുർ റഹീമേ. ഈജിപ്തിലെ രാജാവായിരുന്ന ഫിറഔന്റെ അതിക്രമത്തിന് അതീതമായി ഇമ്രാന്റെ ഭാര്യ യൂഹാൻ ചന്ദ്രനേക്കാൾ പ്രകാശമേറിയ ഒരാൺകുട്ടിയെ പ്രസവിച്ചു. ഓരോ വീടും പരിശോധിച്ച് ഫിറഔന്റെ പരിചാരകന്മാർ തന്റെ ഭവനത്തിലേക്കും ഓടി വരുന്നത് യൂഹാൻ കണ്ടു. പെട്ടെന്ന് ആ മാതാവ് തീ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന അടുപ്പിനകത്ത് മകനെ മറച്ചു വെച്ചു. യൂഹാനെ പരിശോധിച്ചവർ മറിഞ്ഞതിനു ശേഷം ശിശുവിടെ അവസ്ഥ മനസ്സിലാക്കണമെന്ന് ആ മാതാവ് അടുപ്പ് തോണ്ടി നോക്കി. എന്തൊരാശ്ചര്യമാണ്! കരയാതെ എരിയാതെ പൈതൽ സുഖമായി കനലിന്റെ നടുവിൽ കിടക്കുന്നു. കനിമോനെ വാരിപ്പുണർന്ന് നോക്കും നേരം കരശീലായൊരു കനി കാണുന്നു. കരയാതെ എരിയാതെ പൈതൽ സുഖമായി കനലിന്റെ നടുവിൽ കിടക്കുന്നു. കനിമോനെ വാരിപ്പുണർന്ന് നോക്കും നേരം കരശീലായൊരു കനി കാണുന്നു. കരുണാനിധിയായ റബ്ബേ, നീ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ്. എന്റെ കുഞ്ഞിനെ ഫിറഔന്റെ ദൃഷ്ടിയിൽ നിന്നും രക്ഷപ്പെടുത്തുവാൻ എനിക്കൊരു മാർഗം നീ കാണിച്ചു തരണമേ. അല്ലാഹു ഇങ്ങനെ കൽപ്പിച്ചു. വഔഹൈനാ ഇലാ ഉമ്മി മൂസാ അൻ അർദിഇഹി ഫഇദാ ഖിഫ്തി അലൈഹി ഫഅൽഖീഹി ഫിൽ യമ്മി വലാ തഖാഫി വലാ തഹ്സനി ഇന്നാ റാദ്ദൂഹു ഇലൈകി വജാഇലൂഹു മിനൽ മുർസലീൻ. മൂസയുടെ മാതാവേ, നാം ഇപ്രകാരം അറിയിച്ചു, നീ ആ കുട്ടിക്ക് പാല് കൊടുക്കുക, അവനെ നീ നൈൽ നദിയിൽ ഒഴുകിക്കളയുക. അവന്റെ കാര്യത്തിൽ നീ വ്യസനിക്കുകയോ ദുഃഖിക്കുകയോ വേണ്ട. നിന്റെ അടുക്കലേക്ക് അവന് ഞാൻ മടക്കയക്കുന്നതും പ്രവാചകന്മാരിൽ ഉൾപ്പെടുത്തുന്നതുമാണ്. മനവേദനയാലെ മകനെ എടുത്തു, വ്യതകൾ നിറഞ്ഞു തുളുമ്പി, മാറിലണച്ചു ഉമ്മ കൊടുത്തു നദിയിലൊഴുക്കുവാൻ വേണ്ടി. മാതാ നീങ്ങുകയാണതിവേഗം. മകനെ കുളിപ്പിച്ചു, പട്ടുടുപ്പണിച്ചു, പെട്ടിക്കുള്ളിൽ പഞ്ഞു വിതറിന് ശേഷം കുട്ടിയെ തകനകത്ത് വെച്ചു. പെട്ടിയും ചുമല്ലേറ്റ് യൂഹാൻ നദീ തീരത്തേക്ക് നീങ്ങി. ആരും കാണാതെ മൂസയെ നൈൽ നദിയിൽ ഒഴുകി. കുഞ്ഞോളങ്ങളെ മുറിച്ചുകൊണ്ട് പെട്ടി ഒഴുകി പോകുന്ന കാഴ്ച യൂഹാൻ ഹൃദയവേദനയോട് നോക്കി നിന്നു. പുത്രന്റെ വേർപാടിൽ ദുഃഖിതയുള്ള ആ മാതാവ് ഇങ്ങനെ പ്രാർത്ഥിച്ചു. 6 നാളിലാകെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനെ, ആദിപിതാവാദമിന്റെ സന്തതി കൂടെയവന്, എന്റെ പിഞ്ചു പൈതലിനെ കാത്തിടേണേ തമ്പുരാനെ, എന്നും എന്റെ സങ്കടം നീ തീർത്തിടേണേ രക്ഷിതാവേ. നദിയിലൊഴുകിയ പെട്ടി ഫിറഔന്റെ ഉദ്യാനത്തിന് സമീപമുള്ള ആ തോട്ടിൽ പ്രവേശിച്ചു. ഫിറഔനും അവന്റെ ഭാര്യ ആസിയ ബീവിയും ചേർന്ന് പെട്ടിയെടുത്ത് കൊട്ടാരത്തിൽ വെച്ചു. പെട്ടിക്കകത്തൊരു സുന്ദരക്കുട്ടൻ പുഞ്ചിരി തൂകിക്കിടക്കുന്നു. വെട്ടിത്തിളങ്ങുന്ന പൂമുഖത്തിൽ ശോഭ കൊട്ടാരം വീശിയടിക്കുന്നു. പെട്ടിക്കകത്തൊരു സുന്ദരക്കുട്ടൻ പുഞ്ചിരി തൂകിക്കിടക്കുന്നു. വെട്ടിത്തിളങ്ങുന്ന പൂമുഖത്തിൽ ശോഭ കൊട്ടാരം വീശിയടിക്കുന്നു. സൗന്ദര്യവും വാർന്നൊഴുകുന്ന ആ ശിശു ആ പെട്ടിക്കുള്ളിൽ നിന്നും കളിക്കുന്ന കാഴ്ച അവർ അത്ഭുതപ്പെടുത്തി. ആ കുട്ടി തന്റെ ശത്രുവായിരിക്കുമോ എന്ന് പോലും ഫിറഔൻ സംശയിച്ചു. എങ്കിലും ഭാര്യയുടെ അപേക്ഷ പ്രകാരം കുട്ടിയെ വളർത്തുവാനും പാല് കൊടുക്കുവാനും നല്ല കഴിവുള്ള സ്ത്രീകളേതാണെന്ന്
ആ ഭരണാധികാരികൾ അന്വേഷിച്ചുകൊണ്ടിരുന്നു. ആ മഹാഭാഗ്യം യൂഹന്നിന് സിദ്ധിച്ചു. വേദനയേറെ സഹിച്ചു പെറ്റുള്ള മാതാമൂലപ്പാലോട്ടുമ്പോൾ വേഗം കടന്ന് പേടിച്ചു കൺമണി പാല് കുടിക്കുന്നുണ്ടാർത്തിയാൽ പുഞ്ചിരി തൂകുന്ന കുഞ്ഞി മകന്റെ ചെഞ്ചുണ്ടിലായിരം ചുംബനമേകി പോകാനൊരുങ്ങുമ്പോൾ ആസിയ ബീവി പാല് കൊടുക്കുവാൻ സമ്മതമേകി മനതാരിൽ വേദന തീർത്തനാഥനും ഏറ്റം പിരിശമായി തേറിയേ മന്നാനെ നീ അല്ലാതാരുമില്ലെന്റെ കുഞ്ഞിനെ പോറ്റി വളർത്തുവാൻ. അസ്സലാമു അലൈക്കും.